ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയാണ് ഇത്, വറുക്കാത്ത കടലയാണ്. അതിനെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത കടലയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിനെ പാത്രത്തിലോട്ട് കൊരിമാറ്റി കൊടുക്കാം. ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഉഴുന്നമ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നമ്പരിപ്പ് ഒന്ന് ചെറുതായി ചുവന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു എടുത്തിട്ടുള്ളതാണ്. എന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നല്ലതായിട്ട് വഴണ്ട് വരാൻ വേണ്ടി. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് നല്ല ചുവക്ക വഴറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഒരു കളർ മാറ്റം വന്നാൽ മാത്രം മതി. ഇതിൻ്റെ അരപ്പ് നോക്കാം. ഇത് നേരത്തെ വറുത്തെടുത്ത കടലയാണ്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക ചെറുതരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഉള്ളിയും തക്കാളിക്ക എല്ലാം വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്ത് കൊടുക്കാം. എല്ലാം വറുത്തതിന് ശേഷം ഞാനൊരു 3 മുരിങ്ങയ്ക്ക് എടുത്ത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റണം. നമ്മൾ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കണം ഒരേപോലെ. അതിന് ശേഷമാണ് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ മസാലകളെല്ലാം മുരിങ്ങയ്ക്കയിൽ പിടിക്കാൻ കണക്കാക്കി. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മുരിങ്ങയ്ക്ക് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചോറിലേക്ക് വിളമ്പാം. നല്ലൊരു കൂട്ടാനാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.